അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ താൻ പങ്കെടുക്കില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ചടങ്ങിലേക്ക് തന്നെ ഇതുവരെ ഔദ്യോഗികമായി ആരും ക്ഷണിച്ചിട്ടില്ല. ഈ മാസം 22-ന് ശേഷം കുടുംബത്തോടൊപ്പം അയോധ്യ സന്ദർശനം ഉണ്ടാകുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. तो एक तो फाइनल इनविटेशन का मुझे नहीं पता, कोई आया नहीं तो कोई बात नहीं, लेकिन मैं चाहता हूँ कि अपनी धर्मपत्नी और अपने बच्चों के साथ और मेरे माता पिता को भी बहुत ज़्यादा चाव चढ़ा हुआ है कि हमें जाके रामलला जी के दर्शन करने हैं, तो अपने माता पिता, अपनी धर्मपत्नी, अपने बच्चों के साथ में जाऊँगा. बाद में चले जाएंगे जब भी एक बार ये भी हो जाए. 22 तारीख में बहुत ज़्यादा नहीं आया आपके पास? मतलब उन्होंने कहा था कोई देने के लिए आएगा, लेकिन अभी कोई आया नहीं. लेकिन उससे कोई फ़र्क नहीं पड़ता. हम बाद में सपरिवार में जाना चाहता हूँ, तो बाद में सपरिवार में. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും നേരിട്ട് ചേരുന്നു. ബൽറാം, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? അദ്ദേഹം പോകില്ല എന്ന് പൂർണ്ണമായി തീരുമാനിച്ചു എന്നാണോ സൂചന നൽകുന്നത്? SKN ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി ക്ഷണിച്ചു എന്ന് അവകാശപ്പെട്ട് VHP ആണ് രംഗത്ത് വന്നത്. എന്നാൽ തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന് കെജ്രിവാൾ നിഷേധിച്ചിരുന്നു 2 ദിവസം മുമ്പ്. തുടർന്ന് രജിസ്റ്റേർഡ് തപാലിലൂടെയാണ് കെജ്രിവാളിന് ക്ഷണക്കത്ത് അയച്ചത് എന്ന വിശദീകരണം നൽകിയെങ്കിലും ഇന്ന് കെജ്രിവാൾ വിശദീകരിച്ചിരിക്കുന്നത് തനിക്ക് ഇതുവരെയും ഔദ്യോഗികമായ ക്ഷണക്കത്ത് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. സംഘാടകർ നേരിട്ടെത്തി ക്ഷണിക്കും എന്ന് അറിയിച്ചിരുന്നു എങ്കിലും അത് ഇതുവരെയും ഉണ്ടായില്ല എന്നും തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നും താൻ കുടുംബത്തോടൊപ്പം അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീടൊരിക്കൽ ജനുവരി 22-ന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും കുടുംബത്തോടൊപ്പം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനുവരി 22-ന് നടക്കുന്ന ചടങ്ങിൽ എത്തില്ല അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് കെജ്രിവാൾ നൽകുന്ന സൂചന. പ്രതിപക്ഷ നിരയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ മറ്റു പാർട്ടികൾ എല്ലാവരും തന്നെ ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കും എന്ന് ഇതിനകം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കെജ്രിവാളിന് സമാനമായ പ്രതികരണം തന്നെയായിരുന്നു അദ്ദേഹവും നടത്തിയത്. പിന്നീട് അദ്ദേഹത്തെ നേരിട്ടെത്തി ക്ഷണിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കില്ല, എന്നാൽ പിന്നീട് സന്ദർശിക്കും എന്ന് വിശദീകരിച്ചിരുന്നു. കോൺഗ്രസ് നിലപാട് അറിയിച്ചതിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിലെ മറ്റെല്ലാ പാർട്ടികളും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.